പാടി വരുന്നുണ്ടേ മാവേലിത്തമ്പ്രാന്റെ വരവായി ചൊല്ല്. തിരുവോണത്തിരുനാള് തോറ്റം പാടി വരുന്നുണ്ടേ മാവേലിത്തമ്പ്രാന്റെ വരവായി ചൊല്ല്. നാടുണരുന്നേ നമ്മുടെ നാടുണരുന്നേ, നാടുണരുന്നേ നമ്മുടെ നാടുണരുന്നേ. തിരുതാളിപ്പൂവേണം പൂക്കളമെഴുതാനാ, പൊന്നോണത്തുമ്പികൾ വന്നേ പൂവിലിരിക്കാനാ. തിരുതാളിപ്പൂവേണം പൂക്കളമെഴുതാനാ, പൊന്നോണത്തുമ്പികൾ വന്നേ പൂവിലിരിക്കാനാ. ആരവങ്ങൾ വേണം ആർപ്പു വിളിക്കാനായി, ആളുകൾ വേണം ആർപ്പു വിളിക്കാനായി, ആളുകൾ വേണം. തിരുവോണത്തിരുനാള് തോറ്റം പാടി വരുന്നുണ്ടേ മാവേലിത്തമ്പ്രാന്റെ വരവായി ചൊല്ല്. നാടുണരുന്നേ നമ്മുടെ നാടുണരുന്നേ, നാടുണരുന്നേ നമ്മുടെ നാടുണരുന്നേ. വണ്ടി വരും, നീങ്ങി നടക്ക്. ശിവാനി, ശിവാനി ഞങ്ങളും വരുന്നു, അവിടെ നിക്ക്. വാ. എക്സാം എല്ലാം കഴിഞ്ഞു വന്നേ? ഓ അയ്യോ, എല്ലാം കഴിഞ്ഞ്. ഇനി കൊറേ ദിവസം പഠിക്കണ്ട. ഇനി രാവിലെ എഴുന്നേക്കാൻ വേണ്ട. നിങ്ങൾക്ക് എത്ര ദിവസം ഉണ്ട് അവധി? ഞങ്ങൾക്ക് 10 ദിവസം ഉണ്ട് അവധി. ഞങ്ങൾക്കും. നിങ്ങൾക്ക് എന്താ പരിപാടി? എന്താ? ഓണമൊക്കെ അല്ലേ, അടിച്ചു പൊളിക്കണ്ടായോ? ആ. നിങ്ങൾക്ക് എന്താ പരിപാടി? ഞങ്ങള് ടൂറ് പോകുന്നുണ്ട്. ആണോ? ഞങ്ങള് വീഗാലാൻഡിൽ പോകുന്നുണ്ട്. എറണാകുളം ഫുള്ളും കറങ്ങും. ഞങ്ങള് ലുലുമാളിലും പോകും. അവിടുന്നാണ് ഞങ്ങൾ ഓണക്കോടി എടുക്കുന്നത്. നിങ്ങൾ എവിടെ ടൂർ പോകുന്നേ? ടൂറോ? ഞങ്ങൾ ടൂറിനൊന്നും പോകുന്നില്ലടി. അയ്യോ, നിങ്ങൾ എങ്ങനെ ഓണം അടിച്ചു പൊളിക്കും? അത് വലിയൊരു കടയാ. ആണോ? നമുക്ക് അച്ഛനോട് പറഞ്ഞാലോ അവിടെ ഓണക്കോടി എടുക്കാൻ? ബെസ്റ്റ് എടി, അതൊക്കെ വലിയ പണക്കാര് പോകുന്ന കടയാ. അതിപ്പോൾ ഞാൻ ഓണം കഴിഞ്ഞിട്ട് നോക്കാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ജോയിയെ വിളിച്ച് പറയാം. പിള്ളേർ വന്നു. ഓക്കെ. വാ, ഇവിടെ വാ. ചായ കുടിക്കാം. അതെ, മോൻ പോയി ചായ കുടിച്ചു വാ. അപ്പൂപ്പൻ പറഞ്ഞുതരാം. ഇപ്പൊ മക്കളെ ചെല്ലേ. മോളെ. മക്കളെ, നിങ്ങളുടെ വല്യച്ഛൻ വന്നിട്ടുണ്ട്. ഹായ് വല്യച്ഛൻ. എടാ വാടാ. ഹായ് വല്യച്ഛൻ വന്നേ, വല്യച്ഛൻ വന്നേ, വല്യച്ഛൻ വന്നേ. വല്യച്ഛാ,
ഹായ് മക്കളെ. വെല്ലിച്ചൻ ഇനി ഉടനെ അമേരിക്കയ്ക്ക് പോവോ? ഇല്ലട മോനെ, ഓണമൊക്കെ അടിച്ചു പൊളിച്ചിട്ട് വലിച്ചിട്ട് അമേരിക്കയിൽ പറക്കും. അമേരിക്കയിൽ നിന്ന് ഞങ്ങളുടെ ചേട്ടൻ വന്നിട്ടുണ്ട്. ഇനി ഭയങ്കര മേളമായിരിക്കൂടി. പിന്നെ പറ. എടി മോളെ അജിതേ, പിള്ളേര് വന്നടി. ശിവാനി, ശിവ മോനെ, ഈ അച്ഛന് വേറെ പണിയൊന്നുമില്ല, പിള്ളേരൊന്നും വന്നിട്ടില്ല. ശിവനെ. അമ്മേ. ആഹാ, നിങ്ങൾ വന്നോ? രണ്ടുപേരും ക്ഷീണിച്ചോ? ബാഗൊക്കെ എടുത്തു വെച്ചിട്ട് വാ, കാപ്പി കുടിക്കാം. ഇന്നു മുതൽ അവധിയാണ്. ആണല്ലോ. അപ്പൊ നമുക്ക് ടൂറ് പോകാമോ? ടൂറോ? വീഗാലാൻഡില്. ആ ബെസ്റ്റ്. ലോൺ അടയ്ക്കാൻ പാടുപെടുമ്പോഴാ വീഗാലാൻഡ്. എടാ മോനെ ശിവ, ശിവനെ. എന്താ അപ്പൂപ്പ? എന്താണ് മോള് പറഞ്ഞേ? അവൾക്ക് വീഗാലാൻഡ് ടൂറ് പോകണമെന്ന്. അതിനെന്താ, അപ്പൂപ്പൻ കൊണ്ടുപോകാമല്ലോ. പോകുമ്പോ അപ്പൂപ്പനും കാണാമല്ലോ വീഗാലാൻഡൊക്കെ. ആ കൊള്ളാം. എഴുന്നേക്കാൻ വയ്യാതെ കിടക്കുന്ന അപ്പൂപ്പനാ വീഗാലാൻഡിൽ കൊണ്ടുപോകുന്നേ. എന്തോ കണ്ടത്? ഞാൻ കണ്ട്. എന്തിനാ ഒളിപ്പിക്കുന്നേ? കാണിച്ചേ, കാണിച്ചേ. ഡീ എനിക്കല്ലടി, നമ്മുടെ വിഷ്ണുവിനാ. നമ്മുടെ വിഷ്ണുവിനാ. ഏത് വിഷ്ണു? നമ്മുടെ നാടൻ വിഷ്ണു. നമ്മുടെയോ? വിഷ്ണു ഓണത്തിനോട് വരുന്നുണ്ടടി. വിഷ്ണു? വിഷ്ണു ശരിക്കും? ശരിക്കും സത്യം. നീ അന്നേ അത്. ഇവിടെ ഒരു കാര്യം. ആ ഇരിക്കിരിക്കേ, എന്തോ അറിയണ്ടേ? അപ്പൂപ്പൻ ഇതുവരെ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? പിന്നെ ഇതൊക്കെ ഓണത്തിന് ഉമ്മക്ക് കളിക്കാനുള്ളതൊക്കെ അപ്പൂപ്പൻ ഉണ്ടാക്കുക. മാവേലി ഉണ്ടാക്കുവാണോ? അല്ല മോളെ, ഇത് വേറൊരു സൂത്രവാ അപ്പൂപ്പൻ ഉണ്ടാക്കുന്നേ. അപ്പൂപ്പ എന്തുവായി മാവേലി? മോന് മാവേലി തമ്പുരാനെ അറിയില്ലല്ലേ? പണ്ട് കേരളം ഭരിച്ചിരുന്ന ഒരു വലിയ മഹാരാജാവായിരുന്നു മാവേലി തമ്പുരാൻ. അന്ന് ഇന്നത്തെ പോലെയല്ല, കള്ളവും ചതിയും ഒന്നുമില്ല. എല്ലാവരും ഒരുപോലെ, പട്ടിണിയും ദാരിദ്ര്യവുമില്ല. സ്വർഗം പോലെ ആയിരുന്നു അന്ന് കേരളം. ഇത് കണ്ട് ദേവന്മാർ പോലും അസൂയപ്പെട്ടിട്ട് തന്ത്രപൂർവം മഹാബലി തമ്പുരാനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. എന്നിട്ട് വർഷത്തിലൊരിക്കൽ വന്ന് പ്രജകളെ കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ മഹാബലി തമ്പുരാൻ നമ്മളെ കാണാനായി വരുന്ന ദിവസം ആഹാ, രണ്ടുപേരും പരീക്ഷയൊക്കെ ആയിട്ട് വന്നോ? എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എന്താ മോളെ വിഷമിച്ചിരിക്കുന്നേ? അച്ഛാ, നമുക്ക് വീഗാലാൻഡിൽ പോയാലോ? വീഗാലാൻഡോ? ആരാ മോളെ ഈ വീഗാലാൻഡിന്റെ കാര്യമൊക്കെ പറഞ്ഞത്? ആ വൈഗ. ഏത് വൈഗ? ആ വീട്ടിലെ വൈകയും വിശാലും. അയ്യോ, അവരൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ മോനെ. നമുക്കതുപോലൊക്കെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഓണമൊക്കെ ആഘോഷിക്കാം. അച്ഛാ, നമുക്ക് ഓണക്കോടി ലുലുമാളിന്ന് എടുക്കാം. എന്തിനാണ് ലുലു മാളിലൊക്കെ പോകുന്നത്? നമുക്കേ ചെട്ടുളക്കര ഐശ്വര്യം എടുക്കാം കേട്ടോ. മക്കൾ രണ്ടുപേരും പോയി കളിച്ചാട്ടെ. ചായ ഇട്ടോടി. അച്ഛാ, ചായ കുടിച്ചു. ആരും നിന്നോട് വല്ലതും പറഞ്ഞോടാ?
നീ എന്തിനാണോ മോനെ വിഷമിക്കുന്നത്? ഓ ലുലുമാളോ? ഒന്നുമില്ല അച്ഛാ. ഇടാ ഇരിയടാ, ഈ കാലം ഉണ്ടല്ലേ. പിള്ളേരെ, നിങ്ങൾ ഉറങ്ങിയില്ലേ? അച്ഛാ, ഞങ്ങളെ വീഗാലാൻഡിൽ കൊണ്ടുപോവോ? ആ വികാലാൻഡ് കിടന്നുറങ്ങടി. മക്കളെ, അച്ഛൻ കൊണ്ടുപോവാം. നിങ്ങളിപ്പോൾ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങ്. ലൈറ്റ് ഓഫ് ചെയ്യടി. പിള്ളേരെ പല്ല് തേച്ച് കഴിഞ്ഞെങ്കിലേ പോയി പാല് വാങ്ങിച്ചോണ്ട് വാ. ഉപ്പിതാ അവിടെ വെച്ചിട്ടുണ്ട്. വാടി. നിക്കടാ നിക്കടാ. ഹായ് ശിവാനി, എവിടെ പോവാ? പാല് വാങ്ങിക്കാൻ. കളിക്കാൻ വാ. നിങ്ങളുടെ ടൂറിന്റെ കാര്യം എന്തോ ആയി? ഞങ്ങൾ ടൂറിനൊന്നും പോകുന്നില്ല. ഞങ്ങളുടെ അച്ഛൻ്റെ കയ്യിൽ അത്രയ്ക്ക് കാശൊന്നും ഇല്ല. ഞങ്ങളുടെ വീട്ടിൽ ഓണത്തിന് വരാമോ? നമുക്ക് ഒരുമിച്ച് ചോറുണ്ണാം. വരാം. ഓണത്തിന് ഞങ്ങളുടെ വീട്ടിൽ അടിപൊളിയാ. പാടി വരുന്നുണ്ടേ, മാവേലിത്തമ്പ്രാന്റെ വരവായി ചൊല്ല്. തിരുവോണത്തിരുനാള് തോറ്റം പാടി വരുന്നുണ്ടേ, മാവേലിത്തമ്പ്രാന്റെ വരവായി ചൊല്ല്. നാടുണരുന്നേ, നമ്മുടെ നാടുണരുന്നേ, നാടുണരുന്നേ, നമ്മുടെ നാടുണരുന്നേ. അയ്യോ വിഷ്ണു, കണ്ണേട്ടാ വിഷ്ണു വന്നു. ദേ വിഷ്ണു വന്നു. ഹായ് വിഷ്ണു. ഹായ്. വാ. തിരുതാളിപ്പൂവേണം പൂക്കളം എഴുതാനാ, പൊന്നോണത്തുമ്പികൾ വന്നേ പൂവിലിരിക്കാനാ. തിരുതാളിപ്പൂവേണം പൂക്കളം എഴുതാനാ, പൊന്നോണത്തുമ്പികൾ വന്നേ പൂവിലിരിക്കാനാ. ആരവങ്ങൾ വേണം, ആർപ്പു വിളിക്കാനായി ആളുകൾ വേണം, ആർപ്പു വിളിക്കാനായി ആളുകൾ വേണം. തിരുവോണത്തിരുനാള് തോറ്റം പാടി വരുന്നുണ്ടേ, മാവേലിത്തമ്പ്രാന്റെ വരവായി ചൊല്ല്. നാടുണരുന്നേ, നമ്മുടെ നാടുണരുന്നേ. ചേട്ടാ, ധാരാളം മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ഇത് നമ്മുടെ പള്ളിക്കലെ പള്ളിക്കലെ തുളസിരാം പിള്ളയുടെ മകനാണ്. മകൻ. നാടുണരുന്നേ, നമ്മുടെ നാടുണരുന്നേ, നാടുണരുന്നേ, നമ്മുടെ നാടുണരുന്നേ. ഹായ്. ആരാ? ഞങ്ങൾ ഇവിടുത്തെ വൈകയുടെയും വിശാലിന്റെയും കൂട്ടുകാരാ. എന്തിനാ വന്ന മോളെ? ഇവിടെ ഓണത്തിന് ഉണ്ണാൻ വരാൻ പറഞ്ഞു.
ആരാണ്ട് ഉണ്ണാൻ വിളിച്ചെന്ന്. ആ ഇത് നമ്മുടെ സുനിലിന്റെ മക്കളല്ലേ? ഹായ് ഹായ് കേറി വാ ശിവ. വിഷ്ണു വാ കഴിക്കാം. കണ്ടിട്ടാ വാ വാ. നിങ്ങൾ ഇരിക്കേ. കണ്ടേട്ടാ ഈ പിള്ളേരെന്താ ഇവിടെ? മക്കളെ നമുക്ക് അപ്പുറത്തേക്ക് കഴിക്കാം. വാ. വേണ്ടച്ചാ, അവരിവിടെ ഇരുന്നോട്ടെ, എന്റെ കൂട്ടുകാരാ. അതല്ല മക്കളെ, അച്ഛൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, അവരൊന്ന് കഴിക്കട്ടെ. ആദ്യമേ എന്റെ കൂട്ടുകാര് ഉണ്ടിട്ട് മതി. അല്ലല്ല മക്കളെ, വാ നമുക്ക് അപ്പുറത്തേക്ക് കഴിക്കാം. വാ. നിങ്ങളെവിടെ പോവാണ്? ഞങ്ങൾ അവരുടെ കൂടെ വേണ്ട മക്കളെ, നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. വേണ്ട. ഞങ്ങൾ അവിടെ നമുക്ക് വിഷ്ണുമാമനോട് ഫോട്ടോസൊക്കെ എടുക്കണ്ടേ? വേണ്ട. നിർത്തടാ, ഒറ്റ അടി അങ്ങ് വെച്ചോണ്ടല്ലോ. എന്താണ് നിനക്ക് പറഞ്ഞ കേട്ടാ? നിർത്തടാ. കൊച്ചു കുട്ടികളുടെ മനസ്സിൽ വിഷം നിറയ്ക്കാടാ. അവർ കുട്ടികളല്ലേ, അവരൊന്നിച്ച് കഴിക്കട്ടെ. ഒരു മലവെള്ളപ്പാച്ചിൽ വന്നാ തീരാനുള്ളതേ ഉള്ളൂ. എല്ലാം പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ഓരോണം ആഘോഷിക്കുന്നു. വാ മക്കളെ, മാറ. ഇരി മക്കളെ, ഇരിടാ. തിരുതാളിപ്പൂവേണം പൂക്കളം എഴുതാനാ, പൊന്നോണത്തുമ്പികൾ വന്നേ പൂവിലിരിക്കാനാ. തിരുതാളിപ്പൂവേണം പൂക്കളം എഴുതാനാ, പൊന്നോണത്തുമ്പികൾ വന്നേ പൂവിലിരിക്കാനാ. ആരവങ്ങൾ വേണം ആർപ്പു വിളിക്കാനായി, ആളുകൾ വേണം ആർപ്പു വിളിക്കാനായി, ആളുകൾ വേണം. തിരുവോണത്തിരുനാള് തോറ്റം പാടി വരുന്നുണ്ടേ, മാവേലിത്തമ്പ്രാന്റെ വരവായി ചൊല്ല്. നാടുണരുന്നേ നമ്മുടെ നാടുണരുന്നേ, നാടുണരുന്നേ നമ്മുടെ നാടുണരുന്നേ. ഇതാണ് ഓണം. പണക്കാരനായാലും പാവപ്പെട്ടവനായാലും എല്ലാവരും ഒരേപോലെ ഉള്ളൂ. എങ്കിലൊരു സെൽഫി ആയാലോ? എടുക്കുമോനെ. നാടുണരുന്നേ നമ്മുടെ നാടുണരുന്നേ, നാടുണരുന്നേ.